നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ അടുത്ത സീസണിലെ കോച്ച് ആര്? ആ ചോദ്യം സജീവമായിട്ട് നിലനിൽക്കവേ പലതരത്തിലുള്ള റൂമറുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം യർഗൻ ക്ലോപ്പുമായി ബന്ധപ്പെട്ട പേര് നമ്മൾ കേട്ടു, പിന്നെ ഉനായി എമറിയുടെ പേര് കേട്ടു. ഇപ്പോഴിതാ ഫ്രാൻസ് ദേശീയ ടീമിൻ്റെ കോച്ചായ ദിദിയ ദഷാമിനായിട്ട് റയൽ മാഡ്രിഡ് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നു ഫബ്രീസ് ഹോക്കിൻസ്. അദ്ദേഹമാണിത് പങ്കുവച്ചിരിക്കുന്നത്. RMC സ്പോർട്ടിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. RMC സ്പോർട്ടിൽ വാർത്തയിൽ അവർ കൃത്യമായിട്ട് പറയുന്നത്, റയൽ മാഡ്രിഡ് പ്രമുഖ കോച്ചുമാരെ ഇപ്പോൾ മോണിറ്റർ ചെയ്ത് വരികയാണ്. അതിലവർ ദിദിയ ദഷാമിനെയും പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ടീമിനോടൊപ്പമുള്ള അവസാനത്തെ ഈ ഘട്ടം അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അവർ എക്സ്ക്ലൂസീവായിട്ടാണ് പറയുന്നത്. എക്സ്ക്ലൂസീവ് RMC സ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ 2026 വേൾഡ് കപ്പോടുകൂടി ദിദിയ ദഷാം ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ സിനദിൻ സിദാൻ ഫ്രഞ്ച് ടീമിൻ്റെ കോച്ചാകും എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രമുഖ കോച്ചാണ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലോകത്ത് വളരെയധികം ബഹുമാനം ലഭിക്കുന്ന കോച്ചാണല്ലോ ദിദിയ ദഷാം. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അവസാന സ്ട്രെച്ച്, ഫ്രഞ്ച് ടീമിനോടൊപ്പമുള്ള സ്ട്രെച്ച് പല പ്രമുഖ ക്ലബ്ബുകളും വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ റയൽ മാഡ്രിഡ് ഉണ്ട്. കാർലോ ആഞ്ചലോട്ടി പോയതിന് ശേഷം അവർ സാബിയോ അലോൺസോയെ വെച്ചു, അദ്ദേഹത്തെ പുറത്താക്കി, അൽവരോ ആർബിലോയെ വെച്ചു. ഇപ്പോൾ ടീം അത്ര മികച്ച റിപ്പോർട്ടിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ദിദിയ ദഷാമിനെ പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ദഷാമിനെ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഗുണകമായിട്ട് RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഫ്രഞ്ച് നാഷണൽ ടീമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് റയൽ മാഡ്രിഡിൻ്റെ ടീമിലെയും പ്രധാന താരങ്ങളാണ്. കിലിയൻ എംബാപ്പെ ഓഫ് കോഴ്സ്, പിന്നെ ഓർലിൻ ഷോമനി, അതുപോലെ തന്നെ കമവിംഗ, ഇങ്ങനെയുള്ള താരങ്ങൾ അവിടെയുണ്ട്. സോ അത് തീർച്ചയായിട്ടും ദഷാമിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ റയൽ മാഡ്രിഡിനെ പ്രേരിപ്പിക്കുന്നു എന്നുകൂടി RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഉടൻ ദഷാം റയലിൻ്റെ കോച്ചാവുമെന്ന് ഉറപ്പിച്ചു പറയുകയില്ല, പക്ഷെ അതിന് സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അവർ പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പമുള്ള അവസാന ഘട്ടം അവർ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു എന്നാണ് RMC സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.